അപ്പോൾ ഗൈസ് ഇന്നാണ് കേട്ടോ കല്യാണ ദിവസം. നമ്മളിതാ രാവിലെ ഒരു 3 മണിക്ക് എണീറ്റ് ഇതേ കുളിച്ച് റെഡിയായി. അപ്പോൾ അതൊക്കെ സംസാരിക്കും. നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുന്നില്ല, കുട്ടികളോടെ നിർത്തിയിട്ട് നമ്മൾ തൊഴുതിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ രാവിലെ നമ്മളിപ്പോൾ ഒരു 4 മണിയായിരുന്നു. നമ്മൾ 3:15 എണീറ്റ് എല്ലാവരും കുളിച്ച് ഫ്രഷായി. ഞാനും അമ്മയും താട്ടനും എടുത്തമ്മയും കൂടാണ് പോണത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ്, ഇത് എൻ്റെ വിഷ്ണുവിന് എനിക്ക് ബർത്ത്ഡേക്ക് എടുത്തു തന്നൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നു കേട്ടോ. കാര്യം ഞങ്ങൾക്ക് വീഡിയോ ഒന്നും അപ്പോൾ എടുക്കാൻ പറ്റില്ല, കാര്യം ഫോണൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പോയി തൊഴുതിട്ട് നമ്മൾ തിരിച്ചു വന്നു. എടുത്തമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണപ്പെണ്ണ് റെഡി ആയിട്ടുണ്ട്. എടുത്തമ്മ എല്ലാം കഴിഞ്ഞു, റെഡിയായി. നമ്മുടെ ശരിക്കുള്ള കല്യാണത്തിന് റെഡി ആകാൻ പറ്റില്ല, അതങ്ങോട്ട് തീർത്തു. ഇതിൻ്റെ ബാക്കി എല്ലാവരും മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ പോന്നു. അപ്പോൾ നമ്മുടെ ഫർസുദ ഫർസു അപ്പോൾ കല്യാണം കൂടെ അമ്മ ദാ പോണു. ഞാനിതാ തന്നാനെ താനേ നടാ കല്യാണം കഴിക്കാൻ നടാ. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇത് അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 2-3 ദിവസം മുന്നെയാണ് വിളിച്ചിട്ട് നമ്മൾ ഡേറ്റൊക്കെ ബുക്ക് ചെയ്ത് നമ്മളിവിടെ കല്യാണത്തിന് ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എനിക്കൊന്ന് ഒരു 101-102 കല്യാണങ്ങളെങ്ങാണ്ട് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മുടെ 58ാമത്തെ ടോക്കണാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സ്റ്റേജ് മിക്ക് കയറാൻ അവിടെ അങ്ങോട്ട് കയറുമല്ലോ, അപ്പോൾ അതിൻ്റെ മുന്നത്തെ ഫോർമാലിറ്റി ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആധാർ കാർഡും എന്തൊക്കെയോ ഉണ്ടല്ലോ അതൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ മുകളിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ താഴെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട് ഇവിടെ വരെ. ഇപ്പോൾ നമ്മൾ അൻഷാദിൻ്റെ വൈഫൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഫർസു. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കമൻസിൽ കണ്ടു ഫർസു മുസ്ലിം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഫർസു അൻഷാദും ഷാക്കിറൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അമ്പലത്തിൻ്റെ ഇവിടെ താലി കെട്ടുന്നിടത്തേക്ക് അവിടെയൊക്കെ വരാൻ പറ്റും, അകത്തോട്ട് കയറാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. സോ അവർ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ. അപ്പോൾ നമ്മൾ മുകളിൽ കയറാൻ വേണ്ടി നിൽക്കണം. കുട്ടികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി അവരൊക്കെ അവിടെ നിൽക്കുമായിരുന്നു. അപ്പം ഇത് നമ്മുടെ ഒരു സന്തോഷമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇതിനെങ്ങനെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരേണ്ടതെന്നും നമുക്കറിയില്ല. അങ്ങനെ അനുഭവിച്ചവർക്കാണ് പലതും ആ ഒരു ഇത് ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അവർ വീണ്ടും കല്യാണം കഴിച്ച് ഒന്നിക്കുന്ന പറയുമ്പോൾ ചിലർക്കൊക്കെ അയ്യേ എന്നൊക്കെ തോന്നാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊക്കെ മാറി ഈ രീതിയിലാണെങ്കിൽ അവർ ഒന്നിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷം. ആ സന്തോഷം എൻ്റെ കുട്ടികളുടെ മുഖത്തും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്കും ഉണ്ടായിരുന്നു. അത്രയും പ്രശ്നങ്ങളായപ്പോൾ നമ്മൾ അവസാനം വിചാരിച്ചത് ഇത് ഇങ്ങനെ തീരും എന്നൊക്കെ കരുതിയെടുത്ത് 2 പേരോടും സംസാരിച്ച് അതിനെ കൺവിൻസ് ചെയ്ത് ഇവിടെ വരെ കൊണ്ടെത്തിച്ച് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ താലിയും മാലയും കെട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. ഉണ്ടായിരുന്നു. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ എടുത്തപ്പോൾ താലിയൊക്കെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത്രയും എക്സ്ട്രീം ലെവലിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയൊരു തുടക്കം അതിങ്ങനെ തന്നെ ആവട്ടെ എന്ന് തീരുമാനിച്ചതും ഇതിന് മുന്നേ ഞങ്ങൾ മുന്നത്തെ വ്ളോഗിലും ഏട്ടൻ്റെ കൈനോട്ടക്കാർ കൈ നോക്കുന്നത് ഇട്ടപ്പോൾ 2ാം കെട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എടുത്തുമ്പോൾ കരയുന്നൊരു വ്ളോഗൊക്കെ ഉണ്ട്. അപ്പോൾ ആ 2ാം കെട്ട് അത് ഇതിലങ്ങ് തീരട്ടെ. ഇതോടുകൂടെ ആ 2ാം കെട്ടിൻ്റെ യോഗം തീരാണ്. അപ്പോൾ രണ്ടാമത് എടുത്തമ്മേനായിട്ടാണ് കല്യാണം കഴിച്ചു. ആദ്യത്തെ കല്യാണത്തിന് ഇതുപോലെ മുടി പൊക്കി കൊടുക്കാനും താലി കെട്ടുമ്പോൾ കൂടെ നിൽക്കുക എന്നൊക്കെ വരുമ്പോൾ അത് പോസിബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ താട്ടനെ ആദ്യമായിട്ട് എടുത്തമ്മ കല്യാണം കഴിച്ച സമയത്ത് എൻ്റെ അമ്മയ്ക്ക് അമ്പലത്തിലേക്ക് പോലും വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പീരീഡ്സ് ആയിട്ട്. എന്നാൽ രണ്ടാമത്തെ ഈ ഒരു സമയത്ത് കൂടെ ഉണ്ടാകാൻ പറ്റി. പക്ഷേ എടുത്തമ്മയ്ക്ക് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും കൂടെ ഇത്തവണയും വരാൻ പറ്റിയില്ല. അത് കാരണം എന്താണെന്ന് ലാസ്റ്റ് എടുത്തമ്മ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ ഒരിക്കൽ കൂടി അന്ന് ഒരിക്കൽ കൂടിയല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കൈപിടിച്ച് കൊടുക്കുകയാണ്. അന്ന് കൈപിടിച്ച് കൊടുക്കാൻ പോലും അങ്ങോട്ട് ചെല്ലാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ആ ഒരു സന്തോഷം ആ ഒരു ഹാപ്പിനെസ്സും ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് ആദ്യമായിട്ട് അങ്ങനെ പിടിച്ച് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ വാലിയും എല്ലാം കെട്ടൽ കഴിഞ്ഞ് വലം വെച്ചിട്ട് 2 പേരും കൂടെ പ്രാർത്ഥിച്ച് താഴത്തോട്ട് ഇറങ്ങി. അവിടെ അവിടെ ഭയങ്കര തിരക്കല്ലേ, കല്യാണങ്ങൾ ഇങ്ങനെ പിന്നെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. നോർമലി തൊഴാനും നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷൂട്ട് നടക്കണം. പിള്ളേരൊക്കെ എന്ത് ഭാഗ്യമുള്ള പിള്ളേരല്ലേ, അച്ഛൻ്റെ അമ്മയുടെ കല്യാണമൊക്കെ കാണാൻ പറ്റിയില്ലല്ലേ. അപ്പം ഇനി ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളും ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ മറുപടി നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇതിങ്ങനെ കഴിയട്ടെ, അവർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നമ്മൾ ഫാമിലിയായിട്ടൊക്കെ ഫോട്ടോസ് എടുത്തു. ഞാനും എടുത്തമ്മയും ഇവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടെ നിന്ന് ഓടി വരുന്ന ഒരു റീലെടുക്കാനായിരുന്നു. അത് നമ്മളിതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അവർ ഓടി വന്നിട്ട് മറ്റേ നന്ദിനി സിനിമയിൽ പോലെ ഓടി വരാൻ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. കല്യാണ ചെമ്പൊന്നിൻ കാല് കുലുങ്ങി. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു ഗൈസ്. വിരുന്ന് പോണില്ലേ? കല്യാണത്തിന് 4 ഗൈസ് വിരുന്ന് പോവാ. കുട്ടിക്ക് കല്യാണത്തിന് അച്ഛനും അമ്മയും വന്നില്ല.
ചെല്ലുന്നത് ഇത്ര നാൾ അവിടെ ഇരുന്നില്ല. അല്ല ആ കല്യാണത്തിന് അച്ഛനും അമ്മയും വന്നില്ല. ബട്ട് ബൈ. അച്ഛൻ മിസൈലിന്റെ അടിയിലാണ്. അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛൻ നാട്ടിൽ. ഒരു സെക്കൻഡ് വാലടയ്ക്കാൻ പോയതാ. അച്ഛൻ ദുബായിലാണ്. അച്ഛൻ നാട്ടിലില്ല. അച്ഛന് വരാൻ പറ്റിയ സിറ്റുവേഷനല്ല അവിടെ. പിന്നെ അതുപോലെ തന്നെ അമ്മ വരണം എന്നുള്ള പ്ലാനിങ് തന്നെയായിരുന്നു. പക്ഷെ ഇത് കല്യാണത്തിന്റെ കുറച്ച് ദിവസം 2-3 ദിവസം മുന്നാണ് അമ്മ വിളിച്ചു പറഞ്ഞത് അമ്മാമ്മ എന്തായി വീണു ബാത്റൂമിൽ പോകുന്ന വഴി തന്നെ തീരെ വയ്യാത്ത അമ്മമ്മയാണ്. നമുക്ക് ഇടയ്ക്ക് ഓർമ്മയ്ക്ക് പോകുന്ന അമ്മമ്മയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ ബാത്റൂമിലേക്ക് പോകുന്ന വഴി തെന്നി വീണു. അപ്പോൾ അമ്മയ്ക്ക് നടക്കാനൊന്നും വയ്യ. അമ്മ കിടപ്പിലാണ്. അപ്പോൾ അവിടെ ആക്കി പോരാനായിട്ട് ആരുമില്ല. ആക്കി പോരാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അമ്മയും വരാതിരുന്നത്. അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹം എന്നും കൂടി ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അച്ഛനല്ല വീഡിയോയിൽ നിന്നൊന്ന് കമന്റ് ഇടുന്നുണ്ട്. മറ്റെന്താണ് വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്, കമന്റ്സ് ഇടുന്നുണ്ട്, സ്റ്റോറി ഇടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ അച്ഛനമ്മയോടെയും എത്താൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. പിന്നെ ഞാൻ തന്നെ അവരോട് പറഞ്ഞു എന്റെ കല്യാണം കൂടാനുള്ള യോഗം നിങ്ങൾക്ക് ഇല്ല തോന്നുന്നുണ്ട്. കാരണം ആദ്യം കെട്ടിയപ്പോഴും ഇല്ല. ഇപ്പൊ ഇങ്ങനെ സിറ്റുവേഷനാണ്. ഇപ്പോഴും അവർക്ക് വരാൻ പറ്റിയില്ല. അവരുടെ പ്രാർത്ഥന കൂടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ. എന്തുകൊണ്ട് ഇങ്ങനൊരു കല്യാണം ഇപ്പം നടത്തിയെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ പിന്നെ പറയാം. ഇപ്പം ഞാൻ കാര്യം ചോദിക്കട്ടെ. ഇതാണ് താലി. അതിൻ്റെ ഉള്ളിൽ ഒരാൾ തൂങ്ങി കിടക്കുന്നുണ്ട്. ഇവിടെ ഏട്ടൻ്റെ പേരെന്താ തൂക്കാൻ ഉദ്ദേശിച്ചത്? ഇതാണ് ഉണ്ടോ ഓം കടന്നിങ്ങനെ ആടി കളിക്കുന്നതിൻ്റെ ഉള്ളിലുണ്ടോ. പക്ഷെ നല്ല ഒരു വെറൈറ്റി താലി അല്ലേ, രസമുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഹാപ്പി ആയില്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് തിരിച്ചു പോയി. അമ്പട് വന്ന് തിരിച്ചു പോയി. ബൈ.